ഈശോ മിശിഹായിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ നമ്മളുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഈ ഇടവകയിലുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. നമുക്കറിയാവുന്ന പോലെ ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാന ദിവസം അതാണ് പെരുന്നാൾ, തിരുനാൾ, മഹാമഹം എന്നറിയപ്പെടുന്ന ഈ ദിനം. തിരുനാളെന്ന് പറഞ്ഞാൽ വലിയ ദിവസം, തിരുനാളെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദിവസം, പെരുന്നാളെന്ന് പറഞ്ഞാൽ വലിയ ദിവസം, മഹാമഹമെന്ന് പറഞ്ഞാൽ ആഘോഷമായ ബലിയുടെ ദിവസം. എന്തിനു വേണ്ടി കാർന്നോന്മാർ ഈ തിരുനാൾ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്, ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ. ഒപ്പം അടുത്ത ഒരു വർഷത്തെ മുഴുവൻ കുടിവെച്ച പുണ്യവതിയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനാണ് തിരുനാൾ ദിനം. ഒരു തിരിഞ്ഞു നോട്ടവും ഒരു മുന്നിലേക്കുള്ള നോട്ടവുമാണ് തിരുനാളിൻ്റെ ആകെത്തുക. ഈ തിരുനാൾ ദിവസം ഒന്ന് കഴിഞ്ഞൊരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുക, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. കാരണം ഒരു തിരുനാൾ കൂടെ കാണാൻ എനിക്കും നിങ്ങൾക്കും ജീവിതം അനുഭവിച്ചത് ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രായക്കാർ, എൻ്റെ പ്രായക്കാർ പോലും ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഡെയിലി. കാരണം ജീവിതമാണ് സമയം, സമയമാണ് ജീവിതം. തീർച്ചയായും ഈ തിരുനാൾ ദിവസം പുറകിലേക്ക് നോക്കുന്നതോടൊപ്പം അടുത്തൊരു വർഷത്തെ നമ്മുടെ ആകുലതകളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇതാണ് തിരുനാളിൻ്റെ രണ്ട് പ്രധാന തലങ്ങളെന്ന് പറഞ്ഞു എന്ന് മാത്രം. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തിനു വേണ്ടി തിരുനാൾ ആചരിക്കുന്നു? തിരുനാളുകൾക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് അതതിൻ്റെ ആധ്യാത്മിക തലമാണ്. രണ്ട്, നമ്മൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൗതികമായ തലമുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം, 2 ദിവസമായിട്ട് വീടുകൾ മുഴുവൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പള്ളിയിലുള്ളതിനേക്കാളും കൂടുതൽ ആഘോഷം വീടുകളിലുണ്ട്. അങ്ങ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നല്ല. ഞാൻ 2:30 വരെ എവിടെയൊക്കെയാണ് പടക്കം പോടും നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. നല്ല രസമാണ് അല്ല, ഇങ്ങനെ ലക്ഷങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ആഘോഷങ്ങളൊക്കെ വേണം നമുക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വാചകം, എനിക്കിഷ്ടപ്പെട്ട ഒരു വാചകം ഞാൻ സൂചിപ്പിക്കാറുണ്ട്. സെലിബ്രേഷൻസ് ആർ ജസ്റ്റിസ് ടു ലൈഫ്. ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന വലിയ നീതിയാണ് ആഘോഷിക്കുക എന്നുള്ളത്. ബട്ട് ദർ ഷുഡ് ബി ലൈഫ് ടു സെലിബ്രേറ്റ്. ജീവിതമുണ്ടാകണം ആഘോഷിക്കാൻ. ആഘോഷങ്ങളുടെ ഇടയിൽ ജീവിതങ്ങൾ മറന്നു പോകുമ്പോഴാണ് ആഘോഷങ്ങൾ ആർഭാടങ്ങളാകുന്നത്. അറിഞ്ഞു അറിയാതെയോ നമ്മുടെ തിരുനാളുകൾ ആർഭാടങ്ങളായി പോകാതിരിക്കാൻ ചില നിർദ്ദേശങ്ങളൊക്കെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായി മനോഹരമായി മറ്റ് ഇടവക്കാർക്ക് മാതൃകയാവുന്ന രീതിയിൽ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരൊക്കെ ഈ തിരുനാൾ ആചരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആഘോഷങ്ങൾ വേണം, പക്ഷെ അത് ആർഭാടങ്ങളായി മറ്റുള്ളവർക്ക് ശല്യങ്ങളായി മാറരുത്. ഞാനത് പ്രത്യേകം പറയുന്നത് നമ്മുടെയൊക്കെ ആഘോഷങ്ങൾ ആർഭാടങ്ങളാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങളുടെ സമയത്ത് ഒരുപാട് പാവപ്പെട്ടവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭക്ഷണപാത്രങ്ങളൊക്കെ അവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ പാത്രവും പുറത്തേക്ക് എടുത്ത് വെക്കുക. കാരണം ഇനിയും പാത്രങ്ങൾ ഒഴിവുണ്ട്. നമ്മുടെ നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കിയുള്ളതിൽ ഒരു പങ്ക് മാറ്റി വെക്കുക. നമ്മുടെ ആഘോഷങ്ങളിലെ ഒരു പങ്ക് നമ്മൾ ഇന്ന് 3 സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക്, ഒന്ന് കുട്ടികൾ എയ്ഡ്സ് രോഗികളായി കിടക്കുന്ന സ്ഥാപനമുണ്ട് പെരിങ്ങണ്ടൂർ, അവർക്ക്, പ്ലസ് നിത്യരോഗികളായിട്ടുള്ളവർക്ക്. ആഘോഷങ്ങൾ ദൈവാനുഗ്രഹപ്രദമാകാൻ വേണ്ടിയുള്ള കുറുക്കുവഴികളാണ്. എന്തിനു വേണ്ടി തിരുനാളെന്ന് വീണ്ടും ചോദിച്ചാൽ, കുടിവെച്ച പുണ്യവതി നമുക്ക് മുൻപേ പറന്നുപോയ പക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചു, നമ്മൾ പാടത്ത്
നമുക്കറിയാം അരിമ്പൂരെ പാടങ്ങളുടെ നടുവിലുള്ള മനോഹരമായ ദ്വീപാണ്. ഈ പാടത്തേക്ക് നോക്കിയാൽ കണ്ണു തുറന്ന് നോക്കണം. ഇടയ്ക്ക് എന്നെ ഒത്തിരിയേറെ കൗതുകപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് ഏനാമോ പാടത്തിരുന്ന് ഈ പക്ഷികൾ പറന്ന് നോക്കണം കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ബോധം ഉദിച്ചപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ പറയും ചില ബോധം ഇപ്പോഴും ഇല്ല എന്ന്, കുഴപ്പമില്ല, ബോധം ഉദിച്ചപ്പോൾ മനസ്സിലായത് എത്ര അകലെയാണ് പക്ഷികൾ പറന്ന് വരും. ദേശാടന കിളികൾ എത്ര കിലോമീറ്ററാണ്, ഒരു മടുപ്പും ഓർക്കില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ മുന്നിൽ ഒരു പക്ഷി ഉണ്ടാവും. എന്നിട്ട് അവർ വി ഫോർമേഷൻ എടുക്കും. എത്ര കാറ്റ് വന്നാലും ആ കാറ്റിനെ മുഴുവൻ എതിർക്കുന്നതും അല്ലെങ്കിൽ കാറ്റിനെ മുഴുവൻ തുളച്ചു കയറുന്നതും മുന്നിൽ നിൽക്കുന്ന ലീഡറാണ്. ബാക്കിയുള്ളവർ വി ഫോർമേഷനിലാണ്. അപ്പം എന്തായി? ബാക്കിയുള്ളവർക്കൊക്കെ റെസിസ്റ്റൻസ് കുറയും, കാറ്റിൻ്റെ ഉപരോധം കുറയും. ഇനി എങ്ങാനും ലീഡർ ക്ഷീണിച്ചാൽ ആ ലീഡർ മാറി അടുത്ത ആൾ ലീഡറായിട്ട് വരും. നിങ്ങൾ പാടത്തേക്ക് നോക്കുക, കിലോമീറ്ററോളം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ദേശാടന കിളികൾ പറക്കുന്ന അങ്ങനെയാണ്. വിശുദ്ധർ ഇതുപോലെ മുന്നേ പറന്നുപോയ പക്ഷിയാണ്. എന്തിനു വേണ്ടി? നമുക്ക് മാതൃക കാണിക്കാൻ. എന്തിനു വേണ്ടി? വിശുദ്ധി നമുക്കും സാധ്യമായ ഒരു അവസ്ഥയാണ്. നമ്മുടെയൊക്കെ വിചാരം ഇവരൊക്കെ ദൈവം ഭൂമിയിലേക്ക് കെട്ടിയിറക്കിയ ആൾക്കാരാണ്. അല്ല, നമ്മളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യരായി കുടുംബങ്ങളിലും ആശ്രമങ്ങളിലും ജീവിച്ച് വിശുദ്ധി എനിക്കും കൂടെ സാധ്യമായ ഒരവസ്ഥയാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ 2 പുണ്യാത്മാക്കളെയാണ് നമ്മൾ ഓർക്കുക. വിശുദ്ധി നമുക്കും സാധ്യമാണ്. കൊച്ചുരേശ പുണ്യവതിയുടെ ജീവിതം ആദ്യം പട്ടം കിട്ടിയ പള്ളി വളരെ പള്ളിയാണ്, കൊച്ചുരേശ പുണ്യ പള്ളിയാണ്. അന്നു മുതലും ഡീപ്പായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പുണ്യവതിയെക്കുറിച്ച്. ഈ പുണ്യവതിയുടെ നാട്ടിൽ ചെല്ലുമിട്ട് 1-2 ദിവസം താമസിച്ചപ്പോഴും ഞാൻ വിശുദ്ധയുടെ അന്തസത്തയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ കാര്യമാണ് വിശുദ്ധയുടെ ജീവിതം, അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പറയും, സ്നേഹമാണ് എൻ്റെ ദൈവവിളി, സ്നേഹിച്ചാൽ എല്ലാം സുന്ദരമാണ്. നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാനുള്ള ഒരു കുറുക്ക് വഴി കണ്ടെത്തിയത് കൊണ്ടാണ് സഭ ഈ വിശുദ്ധയെ വേദപാരംഗതയായി വളരെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തിൻ്റെ 4 കെട്ടുകൾക്കുള്ളിൽ കിടന്ന ഒരു കന്യകാസ്ത്രീയെ സഭയുടെ മുഴുവൻ വേദപാരംഗതയായി പ്രഖ്യാപിക്കാനുള്ള കാരണം ബൈബിളിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു കൊച്ചു സന്ദേശം, എനിക്ക് നിങ്ങൾക്കും ജീവിതം കൊണ്ട് എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന സന്ദേശം. ഏതൊരു ജീവിത സാഹചര്യത്തെയും ഏതൊരു വ്യക്തികളെയും സ്നേഹിച്ചാൽ എൻ്റെ ജീവിതം സുന്ദരമാകും, അവരുടെ ജീവിതത്തേക്കാൾ അപ്പുറത്ത്. ഞാൻ ഇന്നും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ പണ്ഡിതന്മാരുടെ കോൺഫറൻസിൽ ഒരു ചോദ്യം ഉയർന്നു, ബൈബിളിൽ എല്ലാ പുസ്തകങ്ങളും കൂടെ ഒറ്റ വാക്കിൽ ഒതുക്കാവോ? ഒരു കൊച്ചു പണ്ഡിതൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇതിന് ചർച്ചയൊന്നും വേണ്ട, ഗോഡ് ഈസ് ലവ്. 1 യോഹന്നാൻ 4:8 പറഞ്ഞത് കർത്താവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ ശ്ലീഹയാണ്. ഈ സ്നേഹത്തെക്കുറിച്ചാണ് കൊച്ചുരേസ്യ പുണ്യത്തിൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത്. വീണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊച്ചുരേസ്യ പുണ്യത്തിൻ്റെ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളിത് മറന്നു പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുകയാണ്. ഒരു പള്ളി പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ സങ്കീർത്തി വന്നു, ഒരു ക്ലാസ്മേറ്റ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു, അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ? ഒരു കുട്ടിയും കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ കുർബാന തുടങ്ങി അപ്പം തൊട്ടേ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെന്നെ നോക്കി ചിരിയോട് ചിരിയാണ്. ഇപ്പോഴല്ല കേട്ടോ, 10-15 കൊല്ലം മുന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടെന്നാണ് തോന്നുന്നത്. ചുമ്മാ എല്ലാ അധ്യാപകരും അച്ഛന്മാരും സിസ്റ്റേഴ്സും വെറുതെ പറയുന്നതാണ് അല്ലേ? നിങ്ങളോ പിന്നെ ഇത്രയും പേർ ആൾക്കാർ ഓർത്തിരിക്കാൻ എളുപ്പമൊന്നുമല്ല. ഇപ്പം ഇടവകയിലിരിക്കുമ്പോൾ ഇടവക്കാർ ഓർക്കും, മാറിക്കഴിയുമ്പോഴോ തലയിൽ നിന്ന് പല ഫയലുകളും ഡിലീറ്റ് ചെയ്ത് കളയും, ഇല്ലെങ്കിൽ അടുത്ത ഡാറ്റ കയറില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, അവൾ പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിച്ചു, ഡിയെ നിൻ്റെ കയ്യിലുള്ള കൊച്ചിന് എത്ര കിലോ ഭാരമുണ്ട്? 12.5 കിലോ ഭാരമുണ്ട്. ഈ കൊച്ചിനെടുത്ത് 2-2.5 മണിക്കൂർ തിരുനാൾ കുർബാനയും പ്രദക്ഷിണം കഴിയുന്നവരെ നിനക്കൊരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല അച്ഛാ, എൻ്റെ കൊച്ചല്ലേ. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഒന്നുകൂടെ ആവർത്തിക്കുക. ഉടനെ ഞാൻ പറഞ്ഞു, 12 കിലോ ഭാരമുള്ള കരിങ്കല്ലെടുത്ത് തലയ്ക്ക് വെച്ച് തരാം, അല്ലെങ്കിൽ ഒക്കത്ത് വെച്ച് തരാം. എന്ത് ചെയ്യും? എടുത്ത് അച്ഛൻ്റെ തലയ്ക്കെടുത്തെറിയും. എന്തിന്? രണ്ടിനും 12 കിലോ ഭാരമേ ഉള്ളൂ. പക്ഷെ എന്താണ് ഒരമ്മ കൊച്ചിനെ ഇത്രയും നേരം എടുത്തു നിന്നിട്ടും അമ്മയ്ക്ക് കാലിനോ കയ്യിനോ ക്ഷീണമില്ലാത്തത്?
ഒരു രാത്രി മുഴുവൻ പണിയെടുത്തിട്ടും ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും ഒരു കുഴപ്പവുമില്ലാതെ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു. എന്തുകൊണ്ടാ? പല അപ്പന്മാരും രാത്രിയിലും പകലും അധ്വാനിച്ച് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വിയർപ്പൊഴുക്കുന്നത് എന്തുകൊണ്ടാ? കൊച്ചുരസപ്പണി ജീവിതം എന്നെ പഠിപ്പിക്കും, ഉള്ളിൽ ഇഷ്ടമുണ്ടായാൽ എല്ലാം സുന്ദരമാണ്, ഇഷ്ടം പോയാലോ എല്ലാം കുരിശാണ്. ഈ ഒരു ചിന്ത മാത്രം ഓർത്തിരിക്കുക. എൻ്റെ ജീവിതം സുന്ദരകരമാകണമെങ്കിൽ, എൻ്റെ ജീവിതം വിശുദ്ധമായി സന്തോഷത്തോടുകൂടെ കൊണ്ടു നടക്കണമെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയേക്കരുത്. ആരെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും കുറ്റപ്പെടുത്തി നിരാശരായിട്ട് യാതൊരു കാര്യവുമില്ല. ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവരെ അങ്ങ് സ്നേഹിക്കുക. സ്നേഹിച്ചാൽ മുട്ടുമടക്കാത്ത ഒരു വ്യക്തികളെയും ഒരു സാഹചര്യങ്ങളെയും ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നില്ല. കൊച്ചുരസമണ്ണുവതിയുടെ ഈ ഒരു ജീവിതപാഠം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഓർക്കുക, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഒരു ഊർജമാണ്. ആ ഊർജത്തിന് പേരുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ടത് ദൈവമെന്നാണ്. പക്ഷെ ഞാനതിനെ യോഹന്നാൻ ശ്ലീഹ വിളിക്കുന്ന പോലെ വിളിക്കും, അത് സ്നേഹമാണ്. കാരണം എന്തെന്നറിയോ? ഇഷ്ടം കൂടിയാൽ ചലനം കൂടും. ഉദാഹരണം, കെട്ടിയോളെ കാണാൻ ഇഷ്ടം കൂടിയാൽ എന്തൊരു വേഗത്തിലെ വീട്ടിലേക്ക് വരിക. നിങ്ങളെക്കുറിച്ചല്ല കേട്ടാ, പൊതുവേ അല്ലേ, കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ കെട്ടിയോളെ കാണാൻ കെട്ടിയോനെ കാണാനൊക്കെ എന്തൊരു ധൃതിയായിരുന്നു. എവിടേക്കെങ്കിലും പോയാൽ ഓടിയെത്തും. ഇപ്പോഴോ ശല്യം, ഇനി വീട്ടിൽ പോകണമല്ലോ, ഇവിടെയുള്ളവരല്ല കേട്ടോ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങളോ ബാക്കിയുള്ള സ്ത്രീകൾ ദേ ഇനി വരും ഈവനിങ് ആകുമ്പോൾ ഒരാൾ അല്ലേ. എന്തുകൊണ്ടാ? ഇഷ്ടം കൂടിയാൽ കാലിൻ്റെ ചലനങ്ങൾ കൂടും, ധൃതി കൂടും, തിടുക്കം കൂടും. അപ്പോൾ ജീവിതം കുറേം കൂടെ ക്രിയാത്മകമാകും. എന്തിലും ഏതിലും ഇഷ്ടം കൂടിയാൽ ഒരിക്കലും നമ്മുടെ ശരീരങ്ങൾ ക്ഷീണിക്കില്ല. എത്ര രാത്രിയും പകലും പണിയെടുത്താലും ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലോ ചലനം വളരെ ഫാസ്റ്റായി വളരെ തിടുക്കത്തിൽ മുന്നോട്ട് പോകും. അതൊരു ഉദാഹരണം പരിശുദ്ധ അമ്മയാണ്. അമ്മ ഗർഭം ധരിച്ചു കഴിഞ്ഞ് ബൈബിൾ എഴുതുന്നു, തിടുക്കത്തിൽ അവൾ ഇറങ്ങി ഓടി. എന്തുകൊണ്ട് തിടുക്കമുണ്ടായത്? പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ സ്നേഹം തന്നെയായ യേശുനാഥൻ ഗർഭം ധരിക്കപ്പെട്ടു. ഇനി അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. പൗലോസ് പറയും, ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത് വരെ നമ്മൾ മീറ്റുനോവ് അനുഭവിക്കണം. ക്രിസ്ത്യാനികളായിട്ട് കുറേ വർഷമായി അല്ലേ. വളരെ പാരമ്പര്യമുള്ള ഇന്ന തറവാട്ടിലെ എറവിലെ ഇന്ന കുടുംബമാണെന്ന് പറയാൻ ഞാനും നിങ്ങളും ഒക്കെ തത്രപ്പെടുമ്പോൾ ഓർക്കുക, ഈ ക്രിസ്ത്യാനിയുടെ ഈ സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം എത്രമാത്രം നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ തിരുനാളിലെ ഈ പുണ്യവതി പഠിപ്പിക്കുന്ന ഈ ഒരു ജീവിത ശൈലി, കുറുക്ക് ശൈലി നമുക്ക് ഏറ്റെടുക്കാം. സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടുക, വ്യക്തികളെ ഇഷ്ടപ്പെടുക, ജീവിതം സുന്ദരമാകും, സന്തോഷദായകമാകും. അങ്ങനെ ദൈവസന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നടക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.